ഇതൊക്കെ അറിയാവുന്ന വിദഗ്ധരായ ഡോക്ടർമാരുടെ സ്ഥലം എവിടെയാണെന്ന് അന്വേഷിച്ചിട്ടൊക്കെ ഒരു 2 ഒപ്പീനിയൻ എടുത്തിട്ട് പോകുന്നതാണ് നല്ലത്. അവർ ഞാനിതിനകത്ത് ഔദ്യോഗികമായി മറുപടി പറയാൻ പറ്റിയ ആളല്ല. എന്നാലും ഒരു പൊതുപ്രവർത്തന നിലയിൽ പറഞ്ഞാൽ സൗന്ദര്യവർദ്ധനവിനൊക്കെ പോകുമ്പോൾ നമ്മൾ കൊള്ളാവുന്നതാണോ, റെപ്യൂട്ടഡ് ആണോ, അവിടെ ആരാണ് ചെയ്യുന്നത്, ആ ഡോക്ടറെ പറ്റി എന്താ അഭിപ്രായം എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് എമർജൻസി ആയിട്ടിത് ഒരു എമർജൻസി ശസ്ത്രക്രിയ ഒന്നും അല്ലല്ലോ. സൗന്ദര്യത്തിൻ്റെ ഒരു വർധന വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പലരും കുടൽ മുറിക്കുന്നൊക്കെ ഉണ്ട് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെയൊക്കെ പരിണത ഫലം എന്താണ് എന്ന് മുൻകാലങ്ങളിൽ മുറിച്ചവരുടെയൊക്കെ അനുഭവങ്ങൾ എടുത്തതിന് ശേഷം മുറിക്കുക. എളുപ്പത്തിൽ വണ്ണം കുറയ്ക്കാനുള്ള പരിപാടി, സൗന്ദര്യം വർദ്ധിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലത്. കാരണം നമ്മുടെ ഈ സ്കിൻ സംബന്ധമായ ക്യാൻസറൊക്കെ വർദ്ധിക്കുന്നൊരു കാലമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൗന്ദര്യവർദ്ധക വസ്തു നല്ലതാണോ? എല്ലാ രാജ്യങ്ങളിലും ഒരു സൗന്ദര്യവർദ്ധക വസ്തു വിൽക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ഇന്ന കാര്യങ്ങൾ, ഇന്ന മൃഗക്കൊഴുപ്പില്ല, അങ്ങനെയില്ല, മനുഷ്യനിൽ പരിശോധിച്ച് മൃഗങ്ങളിൽ പരിശോധിച്ചില്ല എന്നൊക്കെ എഴുതി കാണിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു രേഖകളും ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കുക. കാരണം ഇൻ്റർനാഷണലി ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. നമ്മുടെ തൊലിപ്പുറത്തിടുന്ന സാധനങ്ങൾക്ക് അതൊന്നും നോക്കാതെ വാരി ഇട്ടാൽ ചിലപ്പോൾ പൊള്ളിപ്പോവും. വെളുക്കാൻ തേച്ചത് പാണ്ടായി നമ്മൾ പറയില്ല.